ഈ കാതലേ കാതലേ എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാ. അതിനകത്ത് ഈ ടൈം കോഡ് വരെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1:27 സാധനം കേൾക്കുന്നുണ്ട്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് മനസ്സിലായില്ല. അതൊന്ന് കേട്ടിട്ട് അസാധ്യമായിട്ടുള്ള മൂഡ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് വെയിൽ കോളാണ് ബേസിക്കലി. അത് പാട്ടുണ്ടാക്കിയപ്പോൾ എൻ്റെ ഐഡിയ ഇത് പടത്തിനകത്ത് ഉണ്ടായിരുന്ന പാട്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ കുറച്ചൊരു എൻ്റെ ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയ സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഫ്രീഡം എടുത്ത് എൻ്റേതായിട്ടൊരു രീതിയിൽ ചെയ്തത്. അതുകൊണ്ട് ഈ ഫസ്റ്റത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബേസിക്കലി ഒരു അണ്ടർ വാട്ടർ എക്സ്പീരിയൻസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് കുറച്ച് കിളികളുടെ ശബ്ദവും പിന്നെ നേരെ കുറച്ച് വെള്ളം സ്പ്ലാഷ് ചെയ്യുന്ന സൗണ്ടും പിന്നെ വെയിലിൻ്റെ സൗണ്ടും തുടങ്ങുമ്പോഴാണ് പിന്നെ വയലിൻ തുടങ്ങുന്നത്. സോ വെയിലിൻ്റെ ആ സൗണ്ട് ബേസിക്കലി ഒരു പണ്ട് വായിച്ചൊരു പോയട്രിയുടെ വെയിലും പക്ഷിയും തമ്മിലുള്ളൊരു പ്രണയം, അവരൊരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. പക്ഷെ വി ആർ ഇൻ ലവ്, ബട്ട് അവർക്ക് ഒരിക്കലും ഒരുമിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിംബോളിക് സാധനം വെച്ചിട്ടാണ് ഞാനത് പിടിച്ചത്. അങ്ങനെയാണ് അത് ആ സൗണ്ട് ഞാൻ എടുത്തത്. അതിൽ നിന്ന് ഏറ്റവും നല്ല മ്യൂസിക്കലി ആപ്റ്റ് ആയിട്ടുള്ള ടൂൺ വെച്ചിട്ട് അവിടെ വെച്ചു എന്നുള്ളൂ. ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന സങ്കടം വളരെ വലുതാണ്. നിങ്ങൾ ലവ് സോങ് ആണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ സങ്കടപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ബേസിക്കലി ഒരു മെലങ്കളിക് സാധനം വരുത്താൻ വേണ്ടി തന്നെയാണ് ആ ഒരു സാധനം വെച്ചിരിക്കുന്നത്.